Good morning guys. So today is the 22nd day of my challenge. ഇന്ന് 22ാമത്തെ ദിവസമാണ്. സോ നമുക്ക് നേരെ നമ്മുടെ മെഡിറ്റേഷൻ കാര്യങ്ങളിലേക്ക് കടക്കാം. എനിക്കിന്ന് 10 മണിക്കാണ് ക്ലാസ് ആൻഡ് 3 മണി വരെ ഉള്ളൂ. ആൻഡ് നമുക്ക് നേരെ മെഡിറ്റേഷനിലേക്ക് പോകാം. ഗൈസ്, അപ്പം ഞാൻ ദോശ ചുടുവാണ്. കോഫി ഈസ് ഓൾസോ റെഡി. പക്ഷേ ആദ്യം കുടിച്ചപ്പോൾ ഒന്ന് നമുക്ക് പറയാം. കോഫിയും റെഡിയാണ്. ദോശ ഫുഡ് പ്രിപ്പയർ ചെയ്യാണ് ഞാൻ. അപ്പോൾ ഞാൻ കോളേജിൽ പോകാൻ റെഡിയായി. ഇപ്പോൾ കോളേജിലേക്ക് പോവുകയാണ്. ഏകദേശം 9:45. സോ നമുക്ക് കോളേജിലേക്ക് പോകാം. സോ ഗൈസ്, ഞാൻ കോളേജിൽ പോകാൻ റെഡിയായി. സോ എൻ്റെ ബാഗ് വേണ്ടൊക്കെ ഇട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. സോ പോവാം കോളേജിലേക്ക്. ഹായ് ഗൈസ്. സോ ഞാൻ തിരിച്ച് കോളേജിൽ നിന്ന് വന്നു. ഞങ്ങൾക്ക് 3 മണി വരെ ഇന്നുണ്ടായിരുന്നുള്ളൂ. പാരസൈറ്റ് ആയിരുന്നു ഞങ്ങളുടെ പ്രാക്ടിക്കൽ. ആൻഡ് സോ അതൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ മേല് കഴുകി. ആൻഡ് ഇനി എനിക്ക് എഡിറ്റിങ്ങും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ ഐ എം ഗോണ ഡൂ ദാറ്റ്. സോ ഇന്ന് ആക്ച്വലി നല്ലൊരു ദിവസമായിരുന്നു. രാവിലെ 10 to 3 എനിക്ക് ആ ഒരു ടൈം ടേബിളായിട്ട് ഇഷ്ടം കണ്ടു. പണ്ട് കോളേജിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ ടൈമിംഗ് എന്ന് പറയുന്നത് 9:30 to 3:15, 3:10 വരെയൊക്കെ ഞങ്ങൾക്ക് കോളേജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊരു നല്ലതാണ്. എനിക്ക് ഇത്രയും വൈകി 5 മണി വരെയൊക്കെ ഇരിക്കുന്നത് ഭയങ്കര റിലേഷനാണ്. ബട്ട് ദിസ് ടൈമിംഗ് ഇസ് ഗുഡ്, 10 to 3. ഓക്കെ, അപ്പം എനിക്കിനി എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളിലോടൊക്കെ പോകാനുണ്ട്. ആൻഡ് നമുക്കതൊക്കെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് വൈകിട്ട് പിന്നെ ഇനി ഉള്ളതെന്ന് വെച്ചാൽ ചായ ഇടണം, ചായ കുടിക്കണം. നല്ലൊരു ചെറിയൊരു തലവേദനയുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ, എന്താണെന്നറിയില്ല. പിന്നെ എനിക്ക് ആ വീണ ഭാഗത്ത് വലത്തെ സൈഡിലായിട്ട് എനിക്കൊരു ചെറിയ പെയിൻ, ഇന്ന് കുറേ നേരം ഇരുന്നപ്പോൾ ഭയങ്കരമായിട്ട് പെയിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇടത്ത വശത്തും ഇതുപോലൊരു ചെറിയ പെയിൻ വരുന്നുണ്ട്. സോ എന്തുവാണെന്നറിയില്ല. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് മരുന്നിട്ടിട്ടിരിക്കുകയാണ്. കുളിച്ചിട്ട് വന്ന് നേരെ വന്ന് മരുന്നിട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്ന്. പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ ഇരുന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തു. ഇത്രയും വരെയുള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു. എൻ്റെ വായിൽ ആ സാധനം എനിക്ക് ഭയങ്കര വേദനയുണ്ട്. സംസാരിക്കാൻ നല്ല അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് ഓക്കെ, അപ്പം ഇനി നമുക്ക് പോയി ചായ ഇടണം, പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ വെളിയിൽ ഇപ്പോൾ എനിക്കൊന്ന് 6:30 ആയി. എനിക്കൊന്ന് ഇരുട്ടിയിട്ടില്ല. ഞാൻ കാണിച്ചാൽ ഇവിടെ സമ്മർ ആകുമ്പോൾ അത്യാവശ്യം ഞാൻ പറയുന്നത് 7 മണിക്ക് ആവും ഇരുട്ടാൻ. ഐ ഷോ യു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി ഇത് പോയിട്ടില്ല. ഹായ് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ചായ ഇട്ടുകൊണ്ട് വന്നു. ഇങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ. ചായ കുടിക്കാൻ പോവാണ്. ഇതുവരെ എടുത്ത വീഡിയോസ് എല്ലാം ഞാൻ എഡിറ്റ് ചെയ്തു. കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് ചായ ഇട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് കുടിച്ചിട്ട് എനിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ വായിക്കും. ഇന്നെനിക്ക് ഞാൻ പറയില്ല, ചെറിയൊരു തലവേദനയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഉച്ചയ്ക്ക് തൊട്ട് ഒരു ചെറിയ ഇവിടെ ഇങ്ങനെ ഒരു തലവേദന ഉണ്ട്, ഇങ്ങനെ ഈ ഒരു പോർഷനിൽ. അപ്പം എന്തായാലും നമുക്ക് ചായ കുടിക്കാം. ചായ കുടിക്കുമ്പോൾ ചിലപ്പോൾ മാറാറുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ഈ ചായ കുടിച്ചാലേ തലവേദന മാറൂ എന്ന് പറയുന്ന ഒരാളൊന്നും അല്ല ഞാൻ. എങ്കിലും ചിലപ്പോൾ മാറിയാലോ. സോ എനിക്കിനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നാളെ ഇലക്ഷനാണ്. നാളെ എൻ്റെ 23rd ഡേ ഓഫ് ചാലഞ്ചാണ്. ആൻഡ് ഇലക്ഷന് നാട്ടിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ വോട്ട് ചെയ്തായിരുന്നു. എനിക്ക് ആളുകളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും 3 ആളാണെങ്കിലും എത്ര പേരാണെങ്കിലും, ആൻഡ് ഐ ഹാവ് ടു ടെൽ യു ഗൈസ് ദാറ്റ് നിങ്ങൾ കേരളത്തിലാണ് പഠിക്കുന്നതെങ്കിൽ, ജോലി ചെയ്യുന്നതെങ്കിൽ, താമസിക്കുന്നതെങ്കിൽ, യു ആർ ലക്കി. ബിക്കോസ് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോയാലും നമ്മൾ കേരളത്തിൽ ജീവിച്ച് വളർന്നവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നാട് എന്ന് പറയുന്ന ഒരു സാധനം, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീൽ. ആൻഡ് വൺ മോർ തിങ് ഈസ്, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഫ്രീഡംസ്, നമ്മുടെ സൗകര്യങ്ങൾ, ഇതൊന്നും വേറെ ഒരിടത്തും കിട്ടില്ല. ഞാനിപ്പോൾ പുറത്താണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ രാജസ്ഥാനിലാണ് പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ 100% എനിക്ക് പറയാം, നാടെന്ന് പറയുന്നത് ഭയങ്കര ഒരു നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എന്താ ഒരു സ്വർണ്ണക്കരിയാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം, അവിടെ കിട്ടുന്ന എന്തോ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് വേറെ എങ്ങും കിട്ടില്ല. നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ അവിടെ ഇരുന്ന് പല ആൾക്കാരും പറയുന്നത് ഞാൻ കേൾക്കുന്നു, നോർത്ത് ഇന്ത്യ വളർന്നതുപോലെ സൗത്ത് ഇന്ത്യ കേരളമൊന്നും വളർന്നിട്ടില്ലെന്ന്. യു ഗൈസ്, ആർ യു കിഡിങ്? ആക്ച്വലി നിങ്ങൾ എന്തോ സ്വപ്നലോകത്ത് ജീവിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നൊരു 10 ദിവസം നിന്ന് നോക്കും, അപ്പോൾ മനസ്സിലാവും കേരളമാണോ ഇവിടെയാണോ വളർന്നിട്ടുള്ളതെന്ന്. സോ ഇറ്റ്സ് ലൈക്ക്
നോ വൺ ക്യാൻ കമ്പയർ കേരളം ഒന്നിനെയും വിട്ട്. അതുകൊണ്ട് വളർന്നത് ചുവപ്പ് കൊടി ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടതല്ല. ഇപ്പോഴും അവിടെ അതിൽ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും 100% അവർ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അവരെക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ ഇന്ന് കേരളത്തിൽ ആരുമില്ല. ഈ സർക്കാർ വന്നാൽ മാത്രമേ ഇനിയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ബെറ്ററായിട്ട് വേറെ ആരുമില്ല. നോക്കി ഒരു ചാണകത്തിലും ചവിട്ടാതെ നിങ്ങൾ പോകുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. സോ കാസ്റ്റ് യുവർ വോട്ട്. നിങ്ങളുടെ അധികാരമാണ്, അവകാശമാണ്. 10 വർഷം മുമ്പുള്ള കേരളമല്ല ഈ 10 വർഷത്തിന് ശേഷമുള്ളതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളും അത് മനസ്സിലാക്കാം. 100% എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് കേരളത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് റവന്യൂ ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേ രീതിയിൽ കൊണ്ടുപോയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എങ്കിൽ പോലും അവർ ഒരു 80% ദേ ആർ റൈറ്റ്. സോ അതുകൊണ്ട് ബാക്കി അവരെ പോലെ ആർക്കും ഭരിക്കാൻ പറ്റില്ല. സോ കാസ്റ്റ് യുവർ വോട്ട്. സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നാളെ എൻ്റെ 23rd ഡേ ആണ്. ഇന്ന് 22nd ഡേ ആയിരുന്നു ചലഞ്ചിൻ്റെ. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഞാൻ 11th വീട്ടിൽ പോകും, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ വോട്ട് നിങ്ങൾ നല്ല കൃത്യമായിട്ട് ചെയ്യുക. എല്ലാവരും ഇലക്ഷൻ്റെ അടിപൊളിയാക്കാം. ഓക്കെ ഗൈസ്, സോ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ എൻ്റെ 23rd ഡേ ഓഫ് ചലഞ്ചിൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.